Realme Buds വയർലെസ് ഹെഡ്സെറ്റിൻ്റെ റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. റിയൽമി ഇങ്ങനെ ഒരു അടിപൊളി പാക്കിങ്ങിലാണ് റിയൽമി ഹെഡ്സെറ്റ് ഇറക്കുന്നത്. ഫ്രണ്ടിൽ തന്നെ റിയൽമി ബഡ്സ് വയർലെസ് റിയൽ ബാസ് അൺവെയർഡ് എന്നുള്ളൊരു ടാഗും കൊടുത്തിട്ടുണ്ട്. സൈഡ് പ്രൊഫൈലിലായിട്ട് റിയൽമി എന്ന് എഴുതിയിരിക്കുന്നു. ബാക്ക് സൈഡിൽ ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സൊക്കെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. മാഗ്നറ്റിക് കൺട്രോളാണ് ഓൺ ഓഫ് ആയിട്ടുള്ളതെന്നും 11.2 mm ബാസ് ബൂസ്റ്റ് ഡ്രൈവർ യൂസ് ചെയ്തിരിക്കുന്നതെന്നും 12 hours പ്ലേ ബാക്ക് കിട്ടും ഫുൾ ചാർജിങ്ങിലെന്നും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള നെക്ക് ബാൻഡ് ആണെന്നുള്ളതും പിന്നെ ബ്ലൂടൂത്തിൻ്റെ ഏറ്റവും പുതിയ 5.0 ടെക്നോളജിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ സ്വെറ്റ് പ്രൂഫാണ് എന്നും പറഞ്ഞിരിക്കുന്നത്, അതായത് വിയർപ്പൊന്നും പറ്റിപ്പിടിക്കുന്ന ഒരു ബോഡിയല്ല എന്നും അവർ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റൈലിങ് വെബ്സൈറ്റിൽ കാണാം. വളരെ മനോഹരമായ ഒരു ഹെഡ്സെറ്റാണ്. പക്ഷേ നമുക്കിന്ന് നമ്മുടെ കയ്യിലുള്ളത് ഓറഞ്ച് കളറാണ്. ഇത് യെല്ലോ കളറിലും ഗ്രീൻ കളറിലും ഇത് കൂടാതെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ താഴെയായിട്ട് അവരുടെ പ്രൈസിങ് നമുക്ക് കാണാൻ കഴിയും. പ്രൈസിങ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് 1,999 എന്നാണ്. പക്ഷേ നമുക്ക് 1,250 രൂപയ്ക്ക് ഓൺലൈനിൽ ഇത് അവൈലബിൾ ആണ്. അങ്ങനെ നമ്മൾ നമ്മുടെ റിയൽമിയുടെ വയർലെസ് ഹെഡ്സെറ്റ് അൺബോക്സ് ചെയ്തിരിക്കുകയാണ്. അൺബോക്സ് ചെയ്യുമ്പോൾ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു പാക്കിംഗ് ആണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ആ ബഡ്സ് എല്ലാം ഒരു പ്രത്യേക ഷേപ്പിൽ അവരത് വളരെ വ്യത്യസ്തമായ രീതിയിലാണ്, കണ്ടാൽ തന്നെ ഒരു പ്രീമിയം ലുക്ക് തരുന്ന രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇതിനകത്തുള്ള മറ്റ് വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ബോക്സിൻ്റെ ഒപ്പം ലഭിക്കുന്നത്. നമുക്ക് സ്വാഭാവികമായിട്ടും ആദ്യമായിട്ട് കാണുന്നത് നമ്മുടെ വയർലെസ് ഹെഡ്സെറ്റാണ്. വളരെ പ്രീമിയം ലുക്കുള്ള ഒരു ഹെഡ്സെറ്റ് തന്നെയാണ്. ഇവിടെ നമുക്ക് ബോക്സിൽ ഡിസ്പ്ലേ കൊടുത്തിരിക്കുന്ന യെല്ലോ ആണെങ്കിൽ നമ്മൾ വാങ്ങിയിരിക്കുന്നത് ഓറഞ്ച് കളർ ബാൻഡാണ്. അപ്പോൾ ഇതാണ് ആദ്യം അതിനകത്തുള്ളത്. അതിനുശേഷം നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ ഇയേഴ്സിന് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പാകത്തിനുള്ള സ്മോൾ മീഡിയം ലെവലിലുള്ള 2 ബഡ്സ് എക്സ്ട്രാ കിട്ടുന്നുണ്ട്. പിന്നെ അതിനകത്ത് ഒരു മൈക്രോ USB ചാർജിങ് പോർട്ടും കിട്ടുന്നുണ്ട്. അതിൻ്റെ കൂടെ അഡാപ്റ്റർ ഇല്ല, അത് നമ്മൾ ഏതെങ്കിലും ഒരു ഫോണിൻ്റെ അഡാപ്റ്ററിൽ കുത്തിയിട്ട് ചാർജ് ചെയ്യാവുന്നതാണ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ഒരു റിയൽമി ബഡ്സ് വയർലെസ്സിനോടൊപ്പം നമുക്ക് ലഭിക്കുന്നത്. സ്മാർട്ട് ഫോൺ രംഗത്ത് ശക്തമായ സാന്നിധ്യം ഉറപ്പിച്ച റിയൽമി എന്ന ചൈനീസ് ബ്രാൻഡ് ആക്സസറി രംഗത്ത് കൂടി അവരുടെ ശക്തമായ സ്വാധീനം ഉറപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇറക്കിയ ഒരു വളരെ പ്രീമിയം ക്വാളിറ്റിയിലുള്ള പ്രൊഡക്റ്റാണ് ഈ റിയൽമി ബഡ്സ് വയർലെസ് ബാൻഡ് എന്ന് പറയുന്നത്. വളരെ അഫോർഡബിളായ റേറ്റിൽ മികച്ച പ്രൊഡക്റ്റുകൾ ഉപഭോക്താക്കൾക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് റിയൽമിയുടെ ഒരു പ്രത്യേകതയായിട്ട് കാണാൻ കഴിയുന്നത്. ഈ വയർലെസ് ബാൻഡിന് മുന്നേ ആയിട്ട് റിയൽമി ബഡ്സ് എന്ന പേരിൽ ഒരു 499 രൂപയ്ക്കുള്ള ഹെഡ്സെറ്റും പിന്നെ അതിനെ ഫോളോ ചെയ്തുകൊണ്ട് റിയൽമി ബഡ്സ് 2 എന്ന പേരിൽ 599 രൂപയുടെ ഒരു ഹെഡ്സെറ്റും റിയൽമി പുറത്തിറക്കുകയുണ്ടായി. ചൈനീസ് ബ്രാൻഡുകൾ അടക്കി വാഴുന്ന ഈ ഒരു ആക്സസറീസ് മാർക്കറ്റിൽ തങ്ങളുടേതായ ഇടം പിടിക്കാനായി 1,799 എന്ന ആകർഷകമായ വിലയിലാണ് ഒരു പ്രീമിയം ക്വാളിറ്റിയോട് കൂടിയ ഈ ഒരു വയർലെസ് ഹെഡ്സെറ്റ് റിയൽമി അവതരിപ്പിക്കുന്നത്. ചാർജിങ് 12 മണിക്കൂർ ഫുൾ ചാർജിൽ ബാറ്ററി ലൈഫാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത്. ഇത് തന്നെയാണ് ഈ റിയൽമി ബഡ്സ് വയർലെസ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി നമുക്ക് ഈ വയർലെസ് ബഡ്സിൻ്റെ ഏറ്റവും വലിയ ഡിസൈൻ ഫീച്ചേഴ്സും പ്രത്യേകതകളും എന്തൊക്കെയാണെന്ന് 1 by 1 ആയിട്ട് നോക്കാം. ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം ട്രൂലി വയർലെസ് ആയ ഹെഡ്സെറ്റുകളുടെ അല്ലെങ്കിൽ ഇയർബഡ്സുകളുടെ ഒരു കാലമാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും ആ ഒരു സെഗ്മെൻറ്റിലേക്ക് റിയൽമിയും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ പോലും സാധാരണക്കാരന് അഫോർഡബിളായ ഒരു റേറ്റിലേക്ക് ഹെഡ്സെറ്റിനെ ഒതുക്കുന്ന ഒരു രീതിയാണ് ഇതിൽ കാണുന്നത്. ഒരു വളരെ ആകർഷകമായ ഒരു നെക്ക് ബാൻഡ്, അതിൻ്റെ താഴേക്ക് ഊർന്നിറങ്ങി 2 മെറ്റൽ പാർട്സിൽ അവസാനിക്കുന്നു. വളരെ ഷോർട്ടായ വയറുകൾ,
കഴുത്തിൽ ഒട്ടും ആയാസമില്ലാതെ കിടക്കുന്ന തരത്തിലുള്ള ഒരു ബാൻഡ്, എന്തുകൊണ്ടും വളരെ പ്രീമിയം ലുക്കിംഗ് ആയ ഒരു ഡിസൈനാണ് റിയൽമി ഈ ബഡ്സ് വയർലെസ്സിന് നൽകിയിരിക്കുന്നത്. വെറും 30 ഗ്രാം മാത്രമാണ് ഈ ഒരു ഡിവൈസിൻ്റെ ഭാരം. അതുകൊണ്ട് തന്നെ ലോങ് ടൈമിലുള്ള യൂസേജിൽ പോലും അത് നമ്മുടെ കഴുത്തിനോ ചെവിക്കോ ഒട്ടും ആയാസം തരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട പ്രത്യേകത. ഈ ഒരു ഇയർഫോണിൻ്റെ ഓൺ ഓഫ് മെക്കാനിസം ഇരിക്കുന്നത് ഇതിൻ്റെ ഇയർബഡ്സിൽ തന്നെയാണ്. അവ മാഗ്നറ്റുകൾ തമ്മിൽ ചേരുന്ന സമയത്ത് ഓഫാവുകയും അവ വേർപെടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഓണായി പെയർഡായ ഡിവൈസിലേക്ക് കണക്റ്റ് ആവുകയുമാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ദോഷഫലം എന്തെന്നാൽ ഈ ഒരു മാഗ്നറ്റ്സ് വളരെ പവർഫുൾ അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ബാഗിലോ മറ്റോ സൂക്ഷിക്കുന്ന സമയത്ത് ഇവ ഓട്ടോമാറ്റിക്കായിട്ട് വേർപെട്ട് പോകാനും തുടർന്ന് വെറുതെ പവർ കൺസ്യൂം ഉണ്ടാവാനുമുള്ള സാധ്യത കാണുന്നുണ്ട്. ഈ ഒരു നെഗറ്റീവ് പോയിൻ്റ് മാത്രമാണ് ഇതിൽ നമുക്ക് പെട്ടെന്ന് തോന്നുന്നത്. മാഗ്നറ്റിൻ്റെ പവർ അത്ര കണ്ട് ഹൈ അല്ല എന്നുള്ളൊരു ഫീലിംഗ് നമുക്കുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ബാഗിലോ മറ്റോ നമ്മൾ യാത്രാവേളയിൽ സൂക്ഷിക്കുന്നത് അത്ര സുരക്ഷിതമായിരിക്കില്ല എന്ന് തോന്നുന്നു. അതേസമയം എപ്പോഴും നമുക്കത് കഴുത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതും അത്ര സേഫ് അല്ല. അതുകൊണ്ട് തന്നെ ഇതിന് ഒരു കേസ് ഇതിനായിട്ട് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമുക്ക് തോന്നുകയാണ്. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ഇതിൻ്റെ കൂടെ ഒരു കേസ് വരുന്നില്ല. നേരത്തെ നമ്മളതിൻ്റെ പാക്കേജിങ്ങിൽ കണ്ടതുപോലെ തന്നെ ഒരു 11.2 mm ഡ്രൈവറാണ് ഈ ഒരു ഹെഡ്സെറ്റിൽ വരുന്നത്. അതുകൂടാതെ ബ്ലൂടൂത്ത് 5ൻ്റെ സപ്പോർട്ടും 12 മണിക്കൂർ ബാക്കപ്പുമാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഒരു സിംഗിൾ ചാർജ് ഫുൾ ചാർജ് 12 മണിക്കൂർ ബാക്കപ്പ് കിട്ടുമെന്നാണ് പറയുന്നത്. അത് വളരെ നല്ലൊരു ഫീച്ചറായിട്ട് തോന്നുന്നു. ഇതോടൊപ്പം തന്നെ ഒരു പ്രാവശ്യം നമ്മുടെ ബാറ്ററി ഡ്രെയിൻ ആയി കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് ചാർജ് ചെയ്താൽ ഒരു 100 മിനിറ്റ്സ് നമുക്ക് വീണ്ടും ഇത് ഉപയോഗിക്കാം എന്നുള്ള ഒരു വാഗ്ദാനവും കമ്പനി നൽകുന്നുണ്ട്. എന്നാൽ റിയൽ ലൈഫിലെ എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലാകുന്നത് ഒരു ഫുൾ ചാർജിൽ മാക്സിമം ഒരു 9 മണിക്കൂറോളം ഈ ഹെഡ്സെറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഫുള്ളായിട്ട് ചാർജ് ചെയ്യാനായിട്ട് ഏകദേശം 3 മണിക്കൂറോളം സമയവും ഇത് എടുക്കുന്നുണ്ട്. ഇനി ഒരു ഫൈനൽ വേർഡിക്റ്റ് എന്ന നിലയ്ക്ക് ഈ റിയൽമി ബഡ്സ് വയർലെസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നോർമലി നല്ല ഒരു വയർലെസ് ഹെഡ്ഫോൺ കിട്ടണമെങ്കിൽ 5000 രൂപയെങ്കിലും നമ്മൾ ചിലവാക്കേണ്ടതായിട്ടാണ് കണ്ടിട്ടുള്ളത്. അതായത് 5000 രൂപയ്ക്ക് താഴെ വരുന്ന സാധാരണ വയർലെസ് ഹെഡ്സെറ്റുകളെല്ലാം തന്നെ പൊതുവെ നമ്മളെ നിരാശപ്പെടുത്താറാണ് പതിവ്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഒരു വൈഡ് റേഞ്ച് ഓഫ് സെൻസിറ്റിവിറ്റിയുള്ള ഒരു ഹെഡ്സെറ്റാണ് റിയൽമി എന്ന് നമ്മുടെ ഉപയോഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ സെഗ്മെൻറ്റിൽ 1799 രൂപയ്ക്ക് റിയൽമി വയർലെസ് ബഡ്സ് ഒരു തരംഗം തന്നെ സൃഷ്ടിക്കുകയാണ്. ഒപ്പം അതിൻ്റെ സ്റ്റൈലും ഫീച്ചേഴ്സും. ഒരു പക്ഷേ റിയൽമിയേക്കാൾ പെർഫോമൻസ് നൽകുന്ന OnePlusൻ്റെയോ അല്ലെങ്കിൽ ആപ്പിളിൻ്റെയോ ഒക്കെ വയർലെസ് പ്രോഡക്ട്സ് കാണും. എങ്കിലും അവയുടെ ബജറ്റും ഇതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വെറും 1799 രൂപയ്ക്ക് റിയൽമി ബഡ്സ് ഒരു നല്ല ബൈ തന്നെയാണ്. കാരണം ഇതിൻ്റെ ഡിസൈൻ വളരെ നല്ലതാണ്, വളരെ ലൈറ്റാണ്, പിന്നെ ഡീറ്റെയിൽഡും റിച്ചുമായ സൗണ്ട് ഔട്ട്പുട്ടാണ് നമ്മുടെ റിയൽമി ബഡ്സ് തരുന്നത്. എന്നാൽ ഇതിന് നമുക്ക് നെഗറ്റീവായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ മാഗ്നറ്റിക് സ്വിച്ചിങ് മാത്രമാണ്. അത്ര പവർഫുൾ അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ സേഫായിട്ട് സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മളറിയാതെ തന്നെ ഈ ഒരു ഡിവൈസ് ഓണായി കിടക്കാനും അതുപോലെ അൺവാണ്ടഡ് ആയിട്ട് പവർ കൺസ്യൂം ചെയ്തു പോകാനുമുള്ള ഒരു സാധ്യതയുണ്ട്. അതുമാത്രമല്ല കോളിങ്ങിൽ ചെറുതായിട്ട് ഉള്ള ഡിസ്റ്റർബൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതൊരു പക്ഷേ സെല്ലുലാർ നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ ആയിരിക്കാം. എങ്കിലും അതും ഒരു ചെറിയ നെഗറ്റീവ് പോയിൻ്റായിട്ട് പറയുകയാണ്. അപ്പോൾ ഓവറോൾ നമ്മളൊരു റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഡിസൈൻ ബേസ് ഒരു 4 റേറ്റിംഗ് കൊടുക്കാം ഔട്ട് ഓഫ് 5. ഓഡിയോ ക്വാളിറ്റിയിൽ ഒരു 3.5 കൊടുക്കാം. ബാറ്ററി ലൈഫിലും ഒരു 4 കൊടുക്കാം. വാല്യൂ ഓഫ് മണി എന്നുള്ള കേസിൽ ഏറ്റവും കൂടുതൽ ഒരു 4.8 കൊടുക്കാം. ആൻഡ് ഓവറോൾ റേറ്റിംഗ് ആയിട്ട് ഞാനൊരു 4 ഔട്ട് ഓഫ് 5 ആണ് ഈ റിയൽമിക്ക് നൽകുന്നത്. അതുകൊണ്ട് വയർലെസ് ഹെഡ്സെറ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഉപഭോക്താക്കൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു ബൈയാണ് റിയൽമി ബഡ്സ് വയർലെസ് എന്നുള്ളത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ബൈ.